കുരുതിയും ശത്രസംഹാര പൂജയും നടത്തി. ആ കൊല്ലം വിശണ്ടിരിക്കുന്ന വടിവാളി മേടിച്ചായിരുന്നു. കാശ് കൊടുത്താലേ തരുള്ളൂ എന്ന് പറഞ്ഞു. കൊടുക്കാന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. പക്ഷെ അളിയെ നല്ല വിശ്വാസമുള്ളതുകൊണ്ട് തരികയില്ലെന്ന് പറഞ്ഞു. ഒറ്റ വെട്ടിന് തീരണം. വാളില്ലാണ്ട് എങ്ങനെ വെട്ടു? അത് ശരിയാണല്ലോ. വല്ലവന് പുല്ലു ആയുധം. അളിയാ. ഓ ഈ വല്ലവനെ പോലും. ഓ ഈ കിഴങ്ങനെയാണല്ലോ ഞാൻ ഇത്രയും നാൾ അളിയാന്ന് വിളിച്ചോണ്ടിരുന്നത്. നീണ്ട 45 വർഷത്തെ കാത്തിരിപ്പ് ഒടുക്കാവും വീണ്. ഇനി എൻ്റെ ഊഴം. അവനെ ഞാൻ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലും. എന്താ അളിയന് പേടിയുണ്ടാ? ചെറുതായിട്ട്. ചെറിയ പേടി നല്ലതാ. അളിയാ, കൊലപാതകം ഒന്നിനൊരു പരിഹാരമല്ല. അവൻ ചാകണം. എൻ്റെ മനസ്സിനേറ്റ മുറിവ്, എനിക്കേറ്റ അപമാനം. എൻ്റെ അളിയനാകണതിന് മുമ്പുള്ള കഥയാണിത്. എന്നാ പിന്നെ ഈ കഥ ഞാൻ വേണം. എനിക്ക് താങ്ങും തണലുമായിട്ട് അളിയൻ മാത്രമേ ഉള്ളൂ. പെട്ട് അന്ന് അവനെന്നെ പട്ടിയെ തലണ പോലെ ഇട്ട് തല്ലിയത്. അളിയനാ ചെത്തുകെട്ടെടുത്തിട്ട് വീശി വീശാൻ മേല. ഞാൻ പാത്തല പോവും. പുതിയ ഒരെണ്ണം പണി കളിയാ. 150 രൂപയാവും. അളിയ പഴയതൊരെണ്ണം കാച്ചിച്ചെടുത്താൽ പോരെ? അളിയനറിയാവോ, സ്വന്തമായിട്ടൊരു ചെത്തുകത്തി പോലും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു എനിക്ക്. എന്തായിട്ട് കൊടുക്കണ്ടായിരുന്നു? അല്ല ഈ കള്ളൂറ്റണ കൊടുക്കാം. അളിയനറിയാവോ, ഒരു ദിവസം 20 തെങ്ങ് ചെത്തുമായിരുന്നു ഞാൻ. എൻ്റെ 21ാമത്തെ ചെത്ത് തെങ്ങായിരുന്നു എൻ്റെ ഗംഗ. ആ തെങ്ങ് കൊത വെച്ച് കെട്ടി കയറി തുടങ്ങിയപ്പോഴാണ് ആ ദുഷ്ടൻ കൊതക്കയറിഞ്ഞ് കളഞ്ഞളിയാ. ഒരു ഗ്ലാസ് വെള്ളം കുടി കളിയാ. ഞാൻ വെള്ളം ചോദിച്ചാളിയാ. തെങ്ങിന്ന് നടുന്നതല്ലേ വീണതല്ലേ, കുടിക്കളിയാ. അല്ല ഞാൻ കുടിക്കാം. എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായിട്ടും ഗംഗയോടുള്ള എൻ്റെ പ്രണയം അത് തുടർന്നുകൊണ്ടേയിരുന്നു. ഈ ഗംഗ ഒരു നാഗവല്ലിയാണല്ലേ? അടി സൈഡിൽ കൂടി കിട്ടണോണ്ട് പറഞ്ഞാണേ. അവൾക്ക് വേണ്ടി എന്തും സഹിക്കാൻ ഞാൻ ഒരുക്കമായിരുന്നു. ഞങ്ങൾ അവസാനമായി കണ്ട ദിവസം കണക്കിന് മേടിച്ച് കൂട്ടി കാണും.
കൊല്ലൻ്റെ അളിയാവൻ. ഉശിര അന്ന് കാണിക്കാറുണ്ട് അളിയാ. അളിയാ കണ്ണിച്ചോറയില്ലാതെ വർത്താനം പറയരുത്. ഈ ഉശിരി കാണിക്കണവൻ നിലത്ത് നിർത്തിട്ട് വേണ്ടേ? ഓ ഇപ്പൊ പറ്റിയ സമയമാണല്ലോ. അളിയൻ വണ്ടി എടുക്കളിയാ. ഒരു നല്ല കാര്യത്തിന് പോയല്ലേ, അമ്മാവൻ്റെ അനുഗ്രഹം വെച്ചിട്ട് പോവുക. പഴയ കളരിയാ, നല്ല അഭ്യാസിയാ, പല ഉപദേശവും കിട്ടും. കൂട്ടത്തിൽ പോരുകി നമുക്ക് കൊണ്ടുപോകാം. മാവോ 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 മാവാ മാവ ഇതെന്നാ പറ്റിയ അമ്മാവ? ഒരു സഹായം ചെയ്തതാ. എന്നെ അമ്മാവൻ കണ്ണ് ദാനം ചെയ്ത. ഇപ്പം മനസ്സിലായി, അയലോക്കത്തുള്ള ഒരുത്തനും വേണ്ടി ഒരു സഹായവും ചെയ്തു കൊടുക്കാൻ പാടില്ല. അമ്മാവനുള്ള കാര്യം പറയാം അമ്മാവ. എടാ, വടക്കേ താമസിക്കുന്ന വസന്തയുടെ മറപ്പരയുടെ ഷീറ്റടിച്ചു. ഞാനതൊന്ന് കെട്ടിക്കൊടുക്കാവല്ലോ എന്ന് കരുതി അവിടെ ചെന്നതാ. അത് നല്ല കാര്യമല്ലേ. അവൾ അതിനകത്ത് കുളിക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. വെള്ളത്തിന് ഇങ്ങനെ ചൂട് കൂടുതലാണ്. അപ്പൊ തിളച്ച വെള്ളം കോരി ഒഴിച്ചെന്ന് അർത്ഥം. ഇവിടെ നിന്നാലേ നമ്മളും മാറും. എന്നാ അമ്മാവാ ഞങ്ങൾ അങ്ങോട്ട് അല്ലേ, അങ്ങോട്ട് പോകട്ടെ. അവളുടെ കെട്ടുവാൻ വന്നിട്ടുണ്ട്. നമുക്ക് പോവാം. ആവശ്യത്തിന് ഉപദേശം കിട്ടിയല്ലോ. ഓ ധാരാളം. ആരാ? ഞങ്ങൾ ഇവിടുത്തെ ദാസപ്പൻ്റെ കൂട്ടുകാരാ. അച്ഛനൊന്ന് കാണാൻ വേണ്ടി വന്നതാ. ഞാൻ ദാസപ്പൻ്റെ മകന്. അച്ഛനെ കണ്ടിട്ട് കുറേ കാലമായി, ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. വരൂ. ദേ അച്ഛൻ. ഈ അലക്കല്ല അലക്കലല്ല, അച്ഛൻ സമാധിയായതാണ്. അല്ല, അച്ഛനെന്തോ വയ്യാഴികയാണെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. എത്ര കാലമെന്ന് വെച്ചാൽ ഈ തീട്ടവും മൂത്രവും കുറയണത്. അതുകൊണ്ട് ഞങ്ങൾ മക്കളെല്ലാം കൂടി അങ്ങ് സമാധിയാക്കി. എടാ ദാസപ്പാ, നിനക്ക് അങ്ങനെ തന്നെ വേണം.